എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് കേട്ടറ്റിൻ്റെ കാറ്റഗറി 2വിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. താഴെ പറയുന്നവയിൽ ജസ്റ്റൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര വിചക്ഷണനാര്? 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കർട്ട് കോഫ്ക, കോഹ്ലർ, മാക്സ് വെർത്തിമർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരും ഉണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞവരെല്ലാം അതാണ് ആൻസർ. കുട്ടികളിലെ പഠന വിഷമതകളെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്തുന്ന പരിശോധകം താഴെ പറയുന്നവയിൽ ഏത്? നിദാന ശോധകമാണ് ആൻസറായിട്ട് വരുന്നത്. സർഗാത്മകതയെ സംബന്ധിച്ച 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സർഗാത്മകത പഠനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പെരുമാറ്റ രീതി മാത്രമാണ്. സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് 2 പ്രസ്താവനകളും തെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റവും അധ്യാപകനുമായുള്ള ഇടപെടലുകളെയും നിരീക്ഷിച്ച് ഉണ്ടാക്കിയ ഒരു രേഖ അവൻ്റെ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഡാഷിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് അറിയപ്പെടുന്ന പേരെന്ത്? ഇതിൽ സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്, അനക്ഡോട്ടൽ രേഖ. രോഹന് തൻ്റെ ശക്തിയെയും പരിമിതികളെയും മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്. അവനിൽ പ്രകടമായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് വൈയക്താന്ത്രിക ബുദ്ധിയാണ്. ഇനി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകടന മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേഡിംഗ് സമ്പ്രദായം അറിയപ്പെടുന്നത്. ആൻസറായിട്ട് വരുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. ശാരീരികമായ അനാരോഗ്യ കാരണങ്ങളാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൂർണിമ തൻ്റെ സഹപാഠികളെക്കാൾ പഠന കാര്യങ്ങളിലും സാമൂഹികപരമായ പ്രവർത്തനങ്ങളിലും മോശം പ്രകടനം കാഴ്ചവെക്കുന്നു. ഇവിടെ അവലംബിക്കാവുന്ന വികസന തത്വമേത്? ആൻസർ പരസ്പര ബന്ധ തത്വം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, റിഫ്ലക്റ്റീവ് നിരീക്ഷണം, അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റുവലൈസേഷൻ എന്നീ പദങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ആൻസർ ഡേവിഡ് കോൾബാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? ആൻസറാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 21A ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇതിലെ ആൻസർ വരുന്നത് എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതിൽ RT ആക്ട്, PW ആക്ട്, സെക്കൻഡ് എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ഇതിനെ നടപ്പിലാക്കിയ വർഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. കുട്ടികളുടെ ഭാഷാ വികസനത്തിൻ്റെ ശരിയായ ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇതിലെന്താ ബബ്ലിങ്, പൂർവ്വ സംഭാഷണം ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് സി ആണ്. ഇനി വ്യക്തിത്വ വികാസത്തിൽ സൈക്കോ ഡൈനാമിക് ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത്? ഇതിലെ ആൻസർ ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് സിദ്ധാന്തം. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രദേശ് പഠന കാര്യങ്ങളിൽ അസാമാന്യ വൈഭവം പ്രകടമാക്കുന്നു. താഴെ പറയുന്നവയിൽ അവൻ്റെ ഉന്നതമായ വികാസത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമേത്? ആൻസർ എന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ്, ശാക്തീകരണ പ്രവർത്തനങ്ങൾ. ഇനി അടുത്ത ചേരുംപടി ചേർക്കുക. അതിൽ ആൻസർ വരുന്നത് ബി ആണ്. 3 ജീൻ പിയാഷെ സന്തുലനം. പിന്നെ ബി ആയിട്ട് വരുന്നത് ബ്രൂണർ ആഗമന രീതി. അതിൽ സി വൈഗോട്സ്കി. പിന്നെ മുകളിലത്തത് സ്കഫോൾഡിങ്. അപ്പോൾ ഇതാണ് ചേരുംപടി ചേർക്കേണ്ട ആൻസർ ബി ആണ്. വ്യത്യസ്ത തരം വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ് മുറിയിൽ എല്ലാവരുടെയും പഠന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി അനുവർത്തിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏതാണ്? ഫസ്റ്റത്തെയാണ് വ്യതിരിക്ത ബോധനം. ഇനി ഏത് ദിവസമാണ് അന്തർദേശീയ ഭിന്നശേഷി ദിനമായി ആഘോഷിക്കുന്നത്? ഡിസംബർ 3. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഒരു പഠന വൈകല്യമായി കണക്കാക്കുന്നത്?
IQ 110 കിട്ടിയിട്ടും വായനയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ഒരു അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളും ദൈനംദിന പഠന കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് ഒരു ഡയറിയിൽ രേഖപ്പെടുത്താൻ നിഷ്കർഷിക്കുന്നു. ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്ന രീതി മെറ്റാകോഗ്നിഷൻ. ആൻസർ എ ആണ്. ഏറ്റവും ദൃഢബന്ധമുള്ള ഗ്രൂപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? കുടുംബം. 8ാം ക്ലാസ്സിലെ ഗണിത പരീക്ഷയിൽ തോൽവി സംഭവിച്ച രാമു തൻ്റെ പരാജയ കാരണം അധ്യാപകൻ നന്നായി പാഠഭാഗങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. രാമു ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന സമായോജന തന്ത്രമേത്? പ്രക്ഷേപണമാണ് ആൻസറായിട്ട് വരുന്നത്. അരുന്ധതി തൻ്റെ സഹപാഠികളെയും കൂട്ടുകാരെയും എല്ലാ രീതിയിലും സംരക്ഷിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു. അവളിൽ കാണുന്ന പ്രത്യേക കഴിവ് ഏതാണ്? സാമൂഹിക ബുദ്ധി. താഴെ പറയുന്നവയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത് ഏത്? ഇതിലേതാണ് ആൻസർ? RTI ആക്ട്. ഇനി പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം ഒരു കഥയുടെ രൂപത്തിൽ ആമുഖമായി വാച്യരൂപത്തിൽ ആഖ്യാനം ചെയ്യുന്ന രീതിയെ വിശദീകരിക്കാവുന്നത്. അഡ്വാൻസ്ഡ് ഓർഗനൈസർ. ഒരു അധ്യാപകൻ ഒരു അധ്യാപന സാമഗ്രിയുടെ ഫലപ്രാപ്തി കുട്ടികളുടെ ശ്രദ്ധാശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ മാർഗം താഴെ പറയുന്നവയിൽ ഏതാണ്? പരീക്ഷണമാണ്. ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ തൻ്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്ത് പഠനം രസകരമാക്കാനും പഠന നിലവാരം മെച്ചപ്പെടുത്താനും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീനുവിന് സാധിക്കുന്നു. അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏതാണ്? സഹവർത്തിത്ത പഠനം. ഓപ്ഷൻ ഡി ആണ്. ഒരു കുട്ടിക്ക് അവൻ്റെ ജിയോഗ്രഫി അധ്യാപകനെ വളരെ ഇഷ്ടമാണ്. അവൻ ജിയോഗ്രഫി പഠിക്കുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തുകയും നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുന്നു. പഠനത്തിൻ്റെ ഏത് നിയമമാണ്? ഫലപ്രാപ്തി നിയമമാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്. വിവിധ പാഠഭാഗങ്ങൾ പഠിക്കുവാനായി അക്ഷയ് ആശയ മാപ്പ് ഉപയോഗിക്കുന്നു. അവനെ വിശേഷിപ്പിക്കാവുന്നത് ദൃശ്യ പഠിതാവ്. ഒരു വ്യക്തിയുടെ സ്വത്വവും അവൻ്റെ മാനസിക പരിസരവും ചേർന്നതിന് അറിയപ്പെടുന്നത് ലൈഫ് സ്പേസ്. ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ഒരു അധ്യാപിക പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്നു. ഇത് അറിയപ്പെടുന്നത് ലിംഗവിവേചനം. ഗണിതപരമായ മെച്ചപ്പെട്ട കഴിവുകളുള്ളതിനാൽ ശാസ്ത്ര വിഷയങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയുമായി ബന്ധപ്പെടുത്താവുന്നത് പോസിറ്റീവ് ട്രാൻസ്ഫർ. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ല പരീക്ഷയ്ക്ക്.